കോമഡി താരം എന്ന ലേബലിൽ നിന്ന് ട്രാക്ക് ഒന്ന് മാറ്റി ഒരു നായക സ്ഥാനത്തേക്ക് വന്നപ്പോൾ സൂര്യ എന്ന ആക്ടർ കിട്ടിയത് 2 സൂപ്പർ മൂവീസാണ്. ഒന്നാമത്തേത് വിടുതലൈ, രണ്ടാമത്തേത് 2024 ഇറങ്ങിയ തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവിയായ ഗരുഡൻ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് RS ദുരൈ സെന്തിൽകുമാർ. ഇതിൻ്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് വെട്രിമാനാണ്. അഭിനയിച്ചിരിക്കുന്നത് സൂരി, ഉണ്ണിമൂന്നൻ, ശശികുമാർ, സമുദ്രക്കനി, ശിവതയൊക്കെയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ കാണിക്കുന്നത് സമുദ്രക്കനിയുടെ ഒരു പോലീസുകാരൻ ക്യാരക്ടറാണ്. പുള്ളി റിസൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ റിസൈൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് മേലധികാരി പറയുന്നു ഇതിൻ്റെ കാരണം എന്താണ്, റിസൈൻ ചെയ്യാനുള്ള കാരണം എഴുതി തരാൻ പറയുന്നു. അങ്ങനെ ഇയാൾ എഴുതി കൊടുക്കുന്ന കാരണമാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇയാൾ പറയുന്നത് ഈ 3 പേര് കാരണമാണ് ഞാൻ റിസൈൻ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് 3 പേരുടെ കാര്യം പറയുന്നത്. ഈ 3 പേരെന്ന് പറയുന്നത് ശശികുമാർ, ഉണ്ണിമൂന്തൻ, സൂരി, ഇവർ 3 പേരും അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ആദി, കർണൻ, ചൊക്കൻ, ഇങ്ങനെ 3 പേരാണ്. ഇവർ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള 3 പേരാണ്. ഇവരെ വളർത്തുന്നത് ഇവരുടെ ഒരു വല്യമ്മയാണ് ഇവരെ വളർത്തുന്നത്. ഇവരവിടുത്തെ അത്യാവശ്യം നല്ല ഹോൾഡുള്ള ടീമായിട്ട് വളർന്നു. ഇവരുടെ ഉണ്ണിമൂന്തൻ്റെ ഒക്കെ ഒരു കുടുംബസ്വത്താണ് അവിടുത്തെ ഒരു അമ്പലം എന്ന് പറയുന്നത്. അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറിയാണ് ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത്. ഇതിൽ ഇവരുടെ എല്ലാവരുടെയും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഉണ്ണിമൂന്നൻ്റെയൊക്കെ ആണെങ്കിലും മലയാളത്തിൽ വന്നതിനെക്കാട്ടിലും തമിഴിൽ പോയി ഒരു നല്ല സൂപ്പർ റോൾ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ ശശികുമാറിൻ്റെ ഫൈറ്റും കാര്യങ്ങളും, എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സീക്വൻസ് എന്ന് പറയുന്നത് ശശികുമാറിൻ്റെ ഒരു ഫൈറ്റ് കാര്യങ്ങളാണ്. അതുപോലെ സിനിമയുടെ ഫുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സൂര്യയുടെ സൂപ്പർ പെർഫോമൻസ്, പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതുപോലെ ഇൻ്റർവെൽ ടൈമിലുള്ള പുള്ളിയുടെ ഒരു സീനൊക്കെ വളരെ രസമായിട്ടുണ്ട്. അതൊക്കെ കണ്ടിരുന്ന് പോകുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ശിവതയുടെ പെർഫോമൻസ് അതൊന്നും പറയാനില്ല. പുള്ളിക്കാർ ഏത് റോൾ കൊടുത്താലും അത് 100% സൂപ്പറായിട്ട് ചെയ്യുന്നവരാണ്. അതുപോലെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന റോള്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ബെസ്റ്റായിട്ടുള്ളവരെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു മിസ്കാസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും പക്കായിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും നല്ല സൂപ്പർ ആക്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിനിമ. ഇതിൻ്റെ ആക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ വയലൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. നല്ലൊരു സിനിമയാണ്. ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് തന്നെ പറയുമ്പോൾ നമുക്കൊരു വെട്രിമാരൻ സിനിമയൊക്കെ കാണുന്ന അതേ ഫീലിൽ തന്നെ കാണും. പുള്ളിയാണ് സ്റ്റോറി. അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡിൽ തന്നെ കാണാവുന്നൊരു സിനിമ. കണ്ടു നോക്കുക, കണ്ടിരുന്നു കമൻറ്റ് ചെയ്യും.